ഹലോ, ഗീതാ ഗോവിന്ദൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ടി വിയിൽ വരുന്നതിന് മുന്നേ കഥ ചുരുക്കത്തിൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ കഥ വളരെ ചുരുക്കത്തിൽ കേൾക്കാം. അപ്പോൾ നമ്മുടെ ഗോവിന്ദനെ വിളിക്കാൻ എന്തായാലും പറ്റില്ല കാര്യങ്ങൾ അന്വേഷിക്കാൻ. അതുകൊണ്ട് അജാസിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കും. എന്നിട്ട് അവിടെ എന്താണ് നടക്കുന്നത് അപ്പം വിളിച്ച് എന്നെ അറിയിക്കണമെന്ന് ഇങ്ങനെ ഗീതു പറയും. അപ്പോൾ അജാസിൻ്റെ വായിൽ നിന്നൊരു അവിടെ നിന്നൊരു ക്ലൂ കിട്ടും. അതായത് ഇവർക്ക് രണ്ടാൾക്കും, അതായത് വിജയലക്ഷ്മി മാമിനും ഗോവിന്ദനും പരിചയമുള്ള ഡോക്ടറാണ് ഈ രഞ്ജുവിനെ ചികിത്സിക്കുന്നതെന്ന് ഒരു ഇത് കിട്ടും. അപ്പോൾ ആ ഫോൺ കട്ട് ചെയ്ത ഉടനെ നമ്മുടെ രേഖയോട് ഗീതു ഇത് ഡിസ്കസ് ചെയ്യും. അതിലെന്തോ ഒരു ഇതുണ്ടല്ലോ, ഇവർക്ക് രണ്ടാൾക്കും റിലേഷനുള്ള ഒരു ഡോക്ടർ, അറിയുന്ന ഒരു ഡോക്ടർ, അതിലെന്തോ ഒരു ഇതുണ്ടല്ലോ എന്ന് പറയും. അങ്ങനെ അതവിടെ കഴിയും. പിന്നെ കാണിക്കുന്നത് വിജയലക്ഷ്മി ഹോസ്പിറ്റലിൽ എത്തും. എന്നിട്ട് അജാസ് പറയും അപകടനില തരണം ചെയ്തു. അപ്പോഴത്തേക്കും നമ്മുടെ വിജയലക്ഷ്മി പറയും എന്നെ ഡോക്ടർ വിളിച്ചിരുന്നു എന്നൊക്കെ പറയും. എന്നിട്ട് ഗോവിന്ദനോട് ഇങ്ങനെ പ്രൊമോയിൽ കാണുന്ന പോലെ തന്നെ നമ്മൾ മുന്നേ ആദ്യമായി കുറേ വർഷങ്ങൾക്ക് ശേഷം കണ്ടതും ഹോസ്പിറ്റലിൽ വെച്ചാണ്. നിൻ്റെ പ്രാണസഖി, നിൻ്റെ പ്രാണനായ ഗീതുവിനെ ഞാൻ രക്ഷിച്ചു തന്നു. ഇപ്പം വീണ്ടും ഹോസ്പിറ്റലിൽ രഞ്ജുവിനെ എൻ്റെ കയ്യിൽ എൻ്റെ കയ്യിൽ തിരിച്ചേൽപ്പിക്കാനുള്ള കടമ നിനക്കായിരിക്കും എന്നൊക്കെ പറയും. അപ്പോൾ ഗോവിന്ദ് പറയും ഇവിടുന്ന് അവളെ ചികിത്സിച്ച് ഭേദമാക്കിയിട്ട് കൊണ്ടുപോകുന്നത് അറക്കിലേക്ക് തന്നെയാണ്, തിരിച്ചറക്കിലേക്ക് തന്നെയാണെന്ന് പറയും. അപ്പോൾ വീണ്ടും നമ്മുടെ വിജയലക്ഷ്മിയും പറയും അല്ല, എൻ്റെ മോളെ എൻ്റെ അടുത്തേക്ക് ഞാൻ കൊണ്ടുപോകും, ചെമ്പകശ്ശേരിയിലേക്ക് കൊണ്ടുപോകും എന്ന് പറയാണ്. അപ്പോൾ അവൾ ICU കണ്ണ് തുറന്ന് ബോധം തെളിഞ്ഞ് നിങ്ങളുടെ കൂടെ വരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൊണ്ടുപോയിക്കോ, അല്ല അവൾ നിങ്ങളെ കാണണ്ടെന്ന് പറയുകയാണെങ്കിൽ ആ നിമിഷം ഇവിടെ നിന്ന് പോയിക്കോളാം എന്ന് പറയും. അപ്പോൾ നമ്മുടെ വിജയലക്ഷ്മിയും പറയും ഓക്കെ, എൻ്റെ മുഖം കാണുമ്പോൾ അവളുടെ മനസ്സ് മാറും, അവൾ എൻ്റെ കൂടെ വരുമെന്ന് പറയാണ്. എന്നിട്ട് അതോടെ കഴിയും. ഒബ്വിയസ്ലി അവർ കീരിമ്പമ്പ് പോലെ കണ്ടപാട് അടി ചെയ്യാൻ തുടങ്ങും. അത്രയേ ഉള്ളൂ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഗീതുവിനെ അവർണിക കോൾ ചെയ്യും. എന്നിട്ട് മറ്റേ കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറയും. അതായത് ഒരു കാര്യം, പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാനുണ്ട്, എനിക്ക് നേരിട്ട് ഫോണിൽ പറഞ്ഞോന്ന് ഗീതു പറയും. പക്ഷേ വേണ്ട, നേരിട്ട് സംസാരിക്കാമെന്ന് അവർണിക പറയും. അപ്പോൾ ഇന്ന് വന്ന് കണ്ടോട്ടെന്ന് ചോദിക്കും. ആദ്യം ഗീതു ആന്ന് പറയും. ആന്ന് പറയുമ്പോഴത്തേക്കാണ് നമ്മുടെ ഗോവിന്ദും അജാസും അവിടെ എത്തും. അപ്പോൾ ഗീതു പറയും ഇന്ന് വരണ്ട, ഒരു എമർജൻസി മീറ്റിംഗ് ഉണ്ട്, നാളെ വന്നോ എന്ന് പറയും. അങ്ങനെ നമ്മുടെ ഗോവിന്ദ് ഹാളിലെത്തിയ പാട് ഗീത ചോദിക്കും എന്തായി, രഞ്ജുവിന് ബോധം വീണോ, കുഴപ്പമുണ്ടോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ, അതൊക്കെ പറയാം, ആദ്യം ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം പറയാമെന്ന് പറഞ്ഞിട്ട് ഗോവിന്ദ് ഇങ്ങനെ ആരാണ് റൂമിൽ പൂട്ടിയിട്ടേന്ന് ചോദിക്കും രഞ്ജുവിനെ. അപ്പോൾ തന്നെ രാധികാമ്മ പറയും ഞാൻ അയച്ച ഫോട്ടോ നീ കണ്ടില്ലേ കണ്ണാന്ന് ചോദിക്കും. അപ്പോൾ ഗീതു നേരത്തെ പറഞ്ഞ ചോദ്യം ഇപ്പോൾ കണ്ണൻ, അതായത് ഗോവിന്ദേട്ടൻ ചോദിക്കും അവരോട്. അങ്ങനെ അവർ പൂട്ടിയിടുമ്പോൾ നിങ്ങൾ നോക്കി നിൽക്കുകയാണോ വേണ്ടത്, തുറന്ന് റിലീസാക്കിയല്ലേ വേണ്ടത്, രക്ഷപ്പെടുത്തല്ലേ വേണ്ടതെന്നൊക്കെ പറയും. അപ്പോൾ അവർ പറയും അതിൻ്റെ ഉള്ളിൽ രഞ്ജു ഉണ്ടായിരുന്നുള്ള കാര്യം നമുക്കറിയില്ലായിരുന്നു, എന്നിട്ട് രഞ്ജുവിന് ഇരുട്ട് പേടിയാണ്, അത് മനസ്സിലാക്കി ഗീതു അവളെ അങ്ങനെ പൂട്ടിയിട്ടത് തന്നെയാണ്, എനിക്കിത് അറിയാവുന്നതുകൊണ്ട് ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയും. അപ്പോൾ ഗോവിന്ദ് പറയും നിർത്ത് മതി, ഗീതു ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അപ്പോൾ ആ ഒരു നിമിഷത്തിൽ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ ഞാൻ ഇവളെ ദേഷ്യപ്പെട്ടു പോയി, തെറ്റിദ്ധരിച്ചു പോയി. ഞാൻ പിന്നീട് ആലോചിച്ച് നോക്കിയപ്പോഴാണ് ഗീതുവിന് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയത് എന്നൊക്കെ പറയും. എന്നിട്ട് അപ്പോൾ ഞാനാണോ ചെയ്തതെന്ന് ചോദിക്കും. നിനക്ക് എന്നെയാണോ സംശയമെന്ന് രാധികാമ്മ ചോദിക്കും. അപ്പോൾ അങ്ങനെ സംശയിക്കുന്നതിൽ എന്താ തെറ്റെന്ന് നമ്മുടെ ഗോവിന്ദ് തിരിച്ചങ്ങോട്ടും ചോദിക്കും. അപ്പോൾ വരുണ പറയും നമ്മളെക്കാൾ വിശ്വാസം ഏട്ടന് ഗീതുവിനെയാണ്. അപ്പോൾ ഗോവിന്ദ് പറയും അങ്ങനെയൊന്നല്ല, ഇവിടെ നിൽക്കുന്ന ഓരോരുത്തർക്കും രഞ്ജുവിനോട് ശത്രുതയുണ്ട് എന്ന് എനിക്കറിയാം, ഇനി എല്ലാവരും അതൊക്കെ മറന്ന് രഞ്ജുവും നിങ്ങളെല്ലാവരും സന്തോഷത്തോടെ നിൽക്കണം എന്ന് പറയും. അപ്പോൾ നമ്മുടെ രാധികാമ്മ ചോദിക്കും നിനക്കെന്താ ഇത്ര നിർബന്ധം അവൾ ഇവിടെ തന്നെ താമസിക്കണം എന്ന് ചോദിക്കും, നിങ്ങൾ തമ്മിൽ എന്താ ബന്ധം അതിന് മാത്രം എന്ന് ചോദിക്കും. അപ്പോൾ എന്നിട്ട് വരുണ പറയും മുന്നേ ആദ്യം കണ്ടപ്പോൾ നിങ്ങൾ ഭയങ്കര അടിയായിരുന്നല്ലോ, പിന്നെ ഇങ്ങനെ നിങ്ങൾ ഇത്ര സ്നേഹത്തിലായി എന്നൊക്കെ ചോദിക്കും. അപ്പോൾ നമ്മുടെ ഗോവിന്ദ് ഇങ്ങനെ ഫ്ലാഷ് ബാക്ക് ആലോചിച്ചിട്ട് പറയും അവളെനിക്ക് എന്നും വേണ്ടപ്പെട്ടവളാണ്, അന്നും ഇന്നും എന്നും എന്നൊക്കെ പറയും. എന്നിട്ട് പഴയ കുറച്ച് ഇടക്കാലത്ത് നമ്മൾ കുറച്ച് ദേഷ്യത്തിലായിരുന്നു, പക്ഷേങ്കിൽ എന്നെ കാണാൻ വന്ന പഴയ രഞ്ജു അല്ല ഇപ്പോഴത്തെ രഞ്ജു എന്ന് എനിക്ക് മനസ്സിലായി. എന്നിട്ട് വീണ്ടും ഫ്ലാഷ് ബാക്കിലേക്കും, അതായത് അന്ന് അവൾ കാണാൻ വന്നിടത്തുനിന്ന് അവൾക്ക് വീണ്ടും തലവേദനയൊക്കെ ആയിട്ട് അവൾ പിന്നെയും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും, ഏതാ ഡോക്ടർ എന്നൊക്കെ മനസ്സിലാക്കിയിട്ട്. അപ്പോഴാണ് ഈ ഡോക്ടർ മുരളീകൃഷ്ണയൊക്കെ അറിഞ്ഞത്. അങ്ങനെ സിറ്റി ഹോസ്പിറ്റലിൽ പോയി ഈ ഡോക്ടറാണ് ചികിത്സയിലാണ്, അനീമിയാണെന്ന് പറയും. എന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഡോക്ടർ ചെക്ക് ചെയ്തിട്ട് പറയും അവളുടെ അസുഖം എന്താണെന്ന്. ആദ്യം പറയും ഡോക്ടർ എനിക്ക് ഈ അസുഖം പുറത്ത് പറയേണ്ടതെന്നാണ് എനിക്ക് കിട്ടിയ നിർദ്ദേശം എന്ന് പറയും. അപ്പോൾ എൻ്റെ സിസ്റ്റർ കാര്യം ഞാൻ അറിയുന്നില്ല, എന്താ കുഴപ്പമെന്ന് ഗോവിന്ദ് പറയുമ്പോഴാണ് ഇങ്ങനെ അനീമിയാണ്, ഓരോ ദിവസവും മരിച്ചുകൊണ്ടിരിക്കുന്ന രോഗമാണത്, രഞ്ജുവിൻ്റെ കാര്യത്തിൽ ഇനിയൊന്നും ചെയ്യാനില്ല, മെഡിസിൻ കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്ന് പറയും. അപ്പോഴത്തേക്കും നമ്മുടെ ഗോവിന്ദ് ഞെട്ടും. പിന്നെ ഡോക്ടർ എന്തൊക്കെയോ പറയുന്നുണ്ടാവും, പക്ഷേ ഗോവിന്ദ് ഒന്നും കേൾക്കുന്നുണ്ടാവില്ല. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് അത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്.